ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ് കേട്ടോ. ഇന്ന് SSLC പരീക്ഷാഫലം പുറത്തു വരും എന്നൊരു വാർത്ത നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നു. ഞാനും കേട്ടു, എൻ്റെ മോളും ഉണ്ട് കേട്ടോ, SSLC എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാനിത് പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്കൊരു അത്യാവശ്യമായിട്ട് തോന്നി കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയണേ. എൻ്റെ അഭിപ്രായമാണ്, നമ്മൾ SSLC പരീക്ഷ റിസൾട്ട് വരുമ്പോൾ പിള്ളേരെല്ലാം പേടിച്ചിരിക്കുമായിരിക്കും. കാരണം രക്ഷകർത്താക്കൾ എന്നായിരിക്കും പറയണേ, നാട്ടുകാർ മാർക്ക് കുറഞ്ഞു പോയാൽ എന്തായിരിക്കും പറയണേ, അങ്ങനെയെല്ലാം ഓർത്ത് പിള്ളേർക്ക് ചില കുട്ടികൾക്ക് ഡിപ്രഷൻ വരെ ഉണ്ടാവാറുണ്ട്. ചിലർ നമ്മൾ കേട്ടിട്ടില്ലേ, ആത്മഹത്യ വരെ ചെയ്യാറുണ്ട്. ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും അങ്ങനെയുള്ളൊരവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കരുത്. അത് SSLC എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവരുടെ ഫൈനലായിട്ടുള്ള ജീവിതത്തിൻ്റെ എൻ്റെ ഒന്നുമല്ല. ഓരോരുത്തർക്കും ഓരോ കഴിവാണുള്ളത്. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കുക എന്നുള്ളതായിരിക്കില്ല ചിലപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കഴിവെന്ന് പറയുന്നത്, അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കഴിവ് എന്താണെന്ന് വെച്ചാൽ നമ്മളത് തിരിച്ചറിഞ്ഞ് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ ആ കുഞ്ഞിൻ്റെ കൂടെ നിന്ന് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് നല്ലത്. ഞാൻ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എന്നെ ഈ കേൾക്കുന്ന നിങ്ങളും അതുപോലെ തന്നെ ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷം, അവരുടെ ഭാവിയാണ് നമുക്ക് വലുത്. ഒരിക്കലും SSLC എന്ന് പറയുന്നത് ഒരു എൻ്റെ അല്ല ജീവിതത്തിൻ്റെ. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. SSLC ഫുൾ മാർക്കോടുകൂടി ഇല്ലെങ്കിൽ ഫുൾ A+ഓടുകൂടി ജയിച്ച കുട്ടികളെക്കാളും കൂടുതൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഞാൻ കേട്ടിട്ടുമുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അതിലും കൂടുതൽ ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ളത് അല്ലാതെ കഴിവുകൾ വേറെ പല സ്കിൽസും ഉള്ള കുട്ടികൾ തന്നെയാണ്. പക്ഷേ A+ എല്ലാത്തിനും മേടിച്ചു, നല്ല മാർക്ക് മേടിച്ചു, അവർ മോശക്കാരാണോ, അവർക്ക് കഴിവില്ലാന്നോ ഒന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അത് അവരുടെ കഴിവാണ്, ആ കുഞ്ഞുങ്ങളുടെ കഴിവാണത്. അതില്ലാത്ത കുട്ടികൾക്കും കഴിവില്ലാന്ന് ഒരിക്കലും നമ്മൾ പറയരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മൾ ഉറപ്പായിട്ടും നിൽക്കണം. അത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥനയായിട്ട് എടുത്താൽ മതി. കാരണം എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയാണ് എനിക്ക് എല്ലാ കുട്ടികളും. അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.